ബാണാസുരസാഗർ ഡാമിനടുത്തുള്ള ഒരു ചെറിയ വിദ്യാലയം ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ദേശീയ തലത്തിലടക്കം ശ്രദ്ധ നേടി. സ്കൂൾ ബാഗുകൾ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ടാണ് തരിയോട് SALP സ്കൂൾ അന്ന് വാർത്തകളിൽ ഇടം പിടിച്ചത്. കഴിഞ്ഞ വർഷം വരാന്തയുടെ ചുവരുകൾ വിദ്യാർത്ഥികൾക്ക് കഥയും പാട്ടും എഴുതാനായി ഒരുക്കി നൽകിയതും ഇതേ വിദ്യാലയത്തിലായിരുന്നു. സ്കൂളിലെ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയത് പ്രധാനാധ്യാപികയായ നിഷ ടീച്ചറായിരുന്നു. വിദ്യാർത്ഥികളുടെ കൊഴിഞ്ഞുപോക്ക് പൂർണ്ണമായും ഇല്ലാതാക്കിയതിന്റെ സന്തോഷത്തിലാണ് നിഷ ടീച്ചർ വിരമിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 12 വർഷത്തോളമായിട്ടൊരു ഡ്രോപ്പ് ഔട്ട് ഫ്രീ സ്കൂൾ ആക്കി എടുക്കാൻ പറ്റി. പിന്നെ ഇത് ഏറ്റവും ചൈൽഡ് ഫ്രണ്ട്ലി ആക്കിയിട്ട് മാറ്റാൻ പറ്റി. കുട്ടിക്ക് രാവിലെ ഒരു ഇഷ്ടത്തോടു കൂടിയിട്ട് വരാൻ പറ്റുന്ന ഒരു ഇടമായിട്ട് ഈ വിദ്യാലയത്തെ മാറ്റാൻ പറ്റിയിട്ടുണ്ട്. കൈതപ്പൊയിൽ ലിസ കോളേജ് NSS യൂണിറ്റ് സ്കൂളിലെ ചുവരിൽ നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ ചിത്രീകരിച്ചുകൊണ്ടാണ് ടീച്ചർക്ക് ആശംസ അറിയിച്ചത്. നല്ല വാക്കുകൾ, ഈ സമ്മാനങ്ങൾ, ഇതൊക്കെ സമ്മാനങ്ങളൊന്നും ആവശ്യമില്ല, നിങ്ങളുടെ ഹൃദയം മാത്രം മതി. ഇത്രമാത്രം എന്നെ സ്നേഹിച്ചതിന് ഞാൻ നിങ്ങളോട് വളരെയധികം കടപ്പെട്ടിരിക്കുന്നു. മാതൃഭൂമി ന്യൂസ്, വയനാട്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സാധാരണ ഒരു സ്കൂളിലെ ചുമരിലൊക്കെ ചിത്രം വരച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചീത്ത കേൾക്കും, ചുമരിലൊക്കെ കുത്തി വരഞ്ഞ് വൃത്തികേടാക്കി എന്ന് പറഞ്ഞ്. പക്ഷേ ഇവിടെ ചുമരിൽ ചിത്രം വരയ്ക്കാം. അതുപോലെ തന്നെ ആദ്യത്തെ ബാഗ് രഹിത വിദ്യാലയം, അതുപോലെ തന്നെ കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് വലിയ രീതിയിലുണ്ടായിരുന്നു, അതിനൊരു പരിധി വരെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു. ഇതൊക്കെ നിഷ ടീച്ചറുടെ കാലത്താണ്. അങ്ങനെ വിപ്ലവകരമായ മാറ്റങ്ങൾക്കെല്ലാം തുടക്കം കുറിച്ച അധ്യാപികയാണ് അവിടെ നിന്ന് പോകുന്നത്. അതിന്റെ വിഷമം അവിടുത്തെ എല്ലാവരുടെയും, കുട്ടികളുടെയും നാട്ടുകാരുടെയും സഹാധ്യാപകരുടെയും ഒക്കെ മുഖത്തുണ്ട്. പക്ഷെ സന്തോഷത്തോടെയാണ് അവർ യാത്രയാക്കുന്നത്. നമുക്കൊപ്പം കമൽ ചേരുന്നുണ്ട് തത്സമയം. കമൽ, നമ്മളൊക്കെ ഈ പ്രിയപ്പെട്ട സ്ഥലത്ത് നിന്ന്, അതിനിപ്പോൾ ജോലി ആയിക്കോട്ടെ വേറെ എവിടെ ആയിക്കോട്ടെ, അവിടെ നിന്ന് പോകുമ്പോൾ നമ്മുടെ ഒരു അടയാളപ്പെടുത്തൽ അവിടെ വേണമെന്ന് ആഗ്രഹിക്കും. നമ്മളവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് എന്തെങ്കിലും ഒരു ഓർമ്മപ്പെടുത്തൽ വേണമെന്ന് അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് മിക്ക ആളുകൾ. ഇപ്പൊ നിഷ ടീച്ചർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഒരു അടയാളപ്പെടുത്തൽ എല്ലാ കാലത്തും അവിടെ ഉണ്ടാവും. ഇനി വരുന്ന കുട്ടികളും അതെ, ബാഗ് ഇല്ലാണ്ട് സ്കൂളിലേക്ക് പോകുമ്പോൾ അന്ന് നിഷ ടീച്ചർ ഉണ്ടായിരുന്ന കാലത്ത് കൊണ്ടുവന്ന മാറ്റമാണ്. ചുമരിൽ ചിത്രം വരയ്ക്കുമ്പോഴും ആലോചിക്കും അന്ന് നിഷ ടീച്ചർ ഉണ്ടായിരുന്ന സമയത്ത് കൊണ്ടുവന്ന മാറ്റമാണ് ഇതുവെന്ന്. അപ്പൊ അങ്ങനെ എല്ലാ രീതിയിലും തന്റെ അടയാളപ്പെടുത്തലുകൾ അവിടെ അവശേഷിപ്പിച്ചാണ് നിഷ ടീച്ചർ പോകുന്നത്. ഈ തരിയോട് SALP സ്കൂൾ എന്ന് പറഞ്ഞാൽ ബാണാസുരസാഗർ ഡാമിനോട് ചേർന്ന തരിയോട് പഞ്ചായത്തിൽ ഉള്ള ഒരു ചെറിയ വിദ്യാലയമാണ്. പണ്ടത്തെ സ്കൂൾ ഡാം വന്നപ്പോൾ വെള്ളത്തിനടിയിലായി ആ പ്രദേശങ്ങളൊക്കെ, അങ്ങനെ അത് മാറ്റി സ്ഥാപിച്ചതാണ്. LP സ്കൂളാണ്. കൂടുതലും ആദിവാസി ഉന്നതികളിൽ നിന്നൊക്കെയുള്ള കുട്ടികളാണ്. അവിടെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി പ്രധാനാധ്യാപികയായിരുന്ന നിഷ ടീച്ചർ ശ്രദ്ധേയമായ പരിഷ്കാരങ്ങളൊക്കെ നടപ്പാക്കിയത്. ബാഗ്ലെസ് സ്കൂൾ എന്നുള്ളതായിരുന്നു അതിൽ ഏറ്റവും ശ്രദ്ധേയം. കുട്ടികൾക്ക് സ്കൂളിലും വീട്ടിലും വേറെ വേറെ സെറ്റ് പുസ്തകങ്ങൾ ക്രമീകരിച്ച് സ്കൂൾ ബാഗുകൾ പൂർണ്ണമായും ഒഴിവാക്കുക, കുട്ടികൾ ചെറിയൊരു സഞ്ചിയുമായി സ്കൂളിലേക്ക് വരിക എന്ന രീതിയിലായിരുന്നു അത്. ദേശീയ മാധ്യമങ്ങളിൽ അടക്കം വന്ന വാർത്തയായതാണ്, നമ്മളൊക്കെ ചെയ്തതാണ്. പിന്നീട് കഴിഞ്ഞ വർഷം അതിലെ പോയപ്പോഴാണ് ടീച്ചർ മറ്റൊരു കാര്യം ചെയ്തത് കണ്ടത്. സ്കൂളിലെ ചുമരുകൾ അതുപോലെ തൂണുകളിലൊക്കെ പ്രത്യേക പെയിൻ്റ് അടിച്ച് അതിന് മുകളിൽ, സാധാരണ നമ്മൾ സ്കൂളിലൊക്കെ ചുവരിൽ കുത്തി വരഞ്ഞാൽ കുട്ടികളെ വഴക്ക് പറയുകയാണ് ചെയ്യുക. അവിടെ കുട്ടികൾക്ക് അവരുടെ സൃഷ്ടികൾ ചുവരിൽ നടത്താൻ വേണ്ടി ഒരു സൗകര്യം, കഥയും കവിതയൊക്കെ ചുവരിൽ എഴുതാം, മായ്ച്ചു കളയാം, അങ്ങനെ ഒരു സൗകര്യം ചെയ്തു. അങ്ങനെ പല പല കാര്യങ്ങളും ഇപ്പോൾ സർക്കാർ തന്നെ നടപ്പാക്കുന്ന പഠനമുറി എന്നൊരു പദ്ധതിയുണ്ട്. ആദിവാസി ഉന്നതികളിൽ വൈകിട്ട് കുട്ടികൾക്ക് ഒരുമിച്ചിരുന്ന് പഠിക്കാനുള്ള സൗകര്യം. അത് സർക്കാരിൻ്റെ ആശയം വരുന്നതിന് മുൻപ് തന്നെ ടീച്ചർ ഈ സ്കൂളുമായി ബന്ധപ്പെട്ട ചില ഉന്നതികളിൽ അത് അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചിരുന്നു. എന്തായാലും അതുകൊണ്ട് തന്നെയാണ് ആ നാടും നാട്ടുകാരും വിദ്യാർത്ഥികളുമൊക്കെ വളരെ വൈകാരികമായി നിഷ ടീച്ചർക്ക് യാത്രയയപ്പ് നൽകിയത്. അവിടെ NSS ക്യാമ്പിനെത്തിയ കോഴിക്കോട് കൈതപ്പൊയിൽ ലിസ കോളേജിലെ കുട്ടികൾ വ്യത്യസ്തമായ ഒരു സമ്മാനമാണ് സ്കൂളിന് നൽകിയത്. സ്കൂളിൻ്റെ ചുവരിൽ നെൽകൃഷിയുടെ വിവിധ ഘട്ടങ്ങൾ കുട്ടികൾ പെയിന്റ് ചെയ്യിപ്പിച്ചു. അവരും യാത്രയയപ്പിന് എത്തിയിരുന്നു. എന്തായാലും ഒരു ഗ്രാമീണ മേഖലയിൽ കുറച്ച് കുട്ടികൾ പഠിക്കുന്ന ഒരു ചെറിയ വിദ്യാലയം, എല്ലാവരുടെയും പ്രിയപ്പെട്ട ടീച്ചറാണ്. ഇതുപോലെയുള്ള ഒരുപാട് ആയിരം നിഷ ടീച്ചർമാരുണ്ടാകട്ടെ. ഇതുപോലെയുള്ള വിപ്ലവകരമായ മാറ്റങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ ഇനിയും ഉണ്ടാകട്ടെ. അപ്പൊ നിഷ ടീച്ചർക്ക് എല്ലാവിധ ആശംസകളും.